ഇന്ന് ഡിന്നറിന് ഒരു എഗ് നൂഡിൽസ് കൊണ്ടുള്ള ഒരു പാസ്തയാണ്. അപ്പം എഗ് നൂഡിൽസ് ആദ്യമായി അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കുക്ക് ചെയ്യുക. ഇനിയും ഒരു പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഇടുക. അതൊന്ന് ഒത്തിരി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. മാരിനേറ്റ് ചെയ്യാനായിട്ട് പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ഗാർലിക് പൗഡർ, ഉപ്പും ഉപയോഗിച്ചാണ് ഞാൻ ഒരു 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ വെന്ത് വരുന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, സവാള ഇവ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കുക. ഒരു ഹാഫ് വെന്തയാൽ മതി. അതിലേക്ക് എരിവ് വേണം ആവശ്യമുള്ളവർക്ക് ഈ സമയം ഉപ്പും അതുപോലെ പെപ്പർ ഫ്ലേക്സും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഏകദേശം നമ്മളുടെ പച്ചക്കറികളെല്ലാം ഒരു ഹാഫ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് നൂഡിൽസ് ഇടുക. ഇത് കുക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അതുപോലെ ഉപ്പ് ഒഴിച്ച് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പാസ്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കും. ഇനിയും ഇത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻസ് ആഡ് ചെയ്യുക. അതുപോലെ സോയ് സോസും ആഡ് ചെയ്യാം. ഇനിയും ഇത് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്റ്റർ ഫ്രൈ ചെയ്യുന്ന മാതിരി കുറച്ചും കൂടെ വലിയ പാൻ എടുത്താൽ നല്ലതായിരിക്കും. ഞാനിവിടെ എൻ്റെ പാൻ ഇച്ചിരി ചെറുതായിപ്പോയി, ക്വാണ്ടിറ്റി കൂടുതലായിപ്പോയി. ഇനിയും ഇത് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരിത്തിരി ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you all later.